ഇതിനകത്ത് 2 തരം ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഈ UTS ആപ്പിനകത്തുണ്ട്. ഒന്ന് പേപ്പർ ടിക്കറ്റ്, 2 പേപ്പർലെസ് ടിക്കറ്റ്. സാധാരണ എല്ലാവരും പേപ്പർലെസ് ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. ചിലർ അറിയാതെയെങ്കിലും പേപ്പർലെസ് ടിക്കറ്റ് എടുക്കും. അതിന് പ്രത്യേക ആവശ്യമുണ്ട്, അത് പിന്നെ പറയാം. പ്രത്യേക ചില ഉപയോഗങ്ങളുണ്ട്. പക്ഷേ പേപ്പർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, UTS ആപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് നിങ്ങൾ അതിനെ പ്രിന്റ് ചെയ്ത് വാങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ പേപ്പർ ടിക്കറ്റ് എടുത്ത് കൗണ്ടറിൽ നിന്ന് പ്രിന്റ് ചെയ്യാതെയാണ് ട്രെയിനിൽ കയറുന്നതെങ്കിൽ അതിനെയും വിത്തൗട്ട് ടിക്കറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി മറ്റൊരു സംഗതി, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ UTS ടിക്കറ്റിന് ഒരു ഫെൻസിങ് ഉണ്ട്. ആ പരിധിക്ക് പുറത്തു നിന്ന് മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാനാവുകയുള്ളൂ. അതായത് സ്റ്റേഷന്റെ അകത്ത് കയറിയ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാനാവില്ല, UTS ആപ്പ് വഴി ടിക്കറ്റ് എടുക്കാനാവില്ല. അങ്ങനെയാണ് അതിന്റെ നിയമം. കാരണം റെയിൽവേ പ്രിമൈസസിൽ കയറുന്നതിന് മുമ്പ് യാത്രക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് വരുന്നവരാണെങ്കിൽ യാത്ര അയപ്പുകാരും ഒക്കെ അവരുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. അതുകൊണ്ട് ഈ ഫെൻസിങ്ങിന് പുറത്തു നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. പലപ്പോഴും സംഭവിക്കുന്നത്, ചില യാത്രക്കാർ ഫെൻസിങ്ങിന്റെ പുറത്തു നിന്ന് ടിക്കറ്റ് എടുത്തു തുടങ്ങും, ലാസ്റ്റ് മൊമെന്റിലായിരിക്കും വരുന്നത്. എടുത്തെടുത്ത് ഇനി അകത്ത് കയറും. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല, ആപ്പ് വർക്ക് ചെയ്യില്ല, നിങ്ങൾക്ക് ടിക്കറ്റ് ആവില്ല. പലപ്പോഴും സംഭവിക്കുന്നത്, നിങ്ങളുടെ ഗൂഗിൾ പേ എന്നോ അക്കൗണ്ടിൽ നിന്നോ ഈ പറഞ്ഞ ടിക്കറ്റ് എമൗണ്ട് പോയിട്ടുണ്ടാവും. ടിക്കറ്റ് പോയതായി ഗൂഗിൾ പേ പോലത്തെ ആപ്പിൽ കാണിക്കും. പക്ഷെ നിങ്ങളുടെ ടിക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ടിക്കറ്റ് വരാതെ ഒരു 1-2 ദിവസത്തിനകം ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ തിരിച്ചു വരികയും ചെയ്യും. ഇത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വാദിക്കാൻ വകുപ്പൊന്നുമില്ല. കാര്യം ഇതിനെയും ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ്ലെസ് ട്രാവൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കടക്കുമ്പോൾ, റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വാലിഡ് ടിക്കറ്റ് ഉണ്ടാവണം. ഈ അവസാനം പറഞ്ഞ സംഗതി ഒരുപാട് കേസുകൾ ഡെയിലി ടിക്കറ്റ് ചെക്കിങ്ങിനിടയിൽ കാണാറുണ്ട്. അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപ്പിൽ ടിക്കറ്റ് ആയി കഴിഞ്ഞു എന്ന് കണ്ടതിന് ശേഷം മാത്രം ട്രെയിനിലേക്ക് കയറുക.